ചാവി ഒന്ന് ഓൺ ആക്കാൻ പോകണം. ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഊരി കാണിക്കാം. വാഹന മോഷണം നമ്മൾ ഫോൺ എടുത്താൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാർത്തകൾ വഴി എല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു ന്യൂസാണ് വണ്ടി മോഷണം പോയെന്നുള്ളത്. മെയിനായിട്ട് നമ്മളിത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ കേൾക്കാറുണ്ട്, വന്നിട്ട് എടുത്തുകൊണ്ട് പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചിലപ്പം വഴി സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ ഒന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും എടുത്തുകൊണ്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെന്റ് കാർ അങ്ങനെ കൊടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ റെന്റ് ചെയ്ത് കൊടുക്കുന്നവർ അവർ എടുത്തുകൊണ്ട് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ടാക്സി ആകാൻ കൊടുത്തല്ല. അപ്പം നമ്മൾ എല്ലാവരെയും ഇങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരെ മാത്രമല്ല, ഈവൻ നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാറ് മോഷണം. കാറെന്നല്ല, വാഹനം. അതിപ്പോൾ കാറായിക്കോട്ടെ ബൈക്കായിട്ടെ, നിങ്ങൾ ഏതാണ് ഓൺ ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും മോഷണം പറയാൻ പറ്റത്തില്ല. നമ്മുടെ വാഹനം മോഷണം പോകുന്നതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? എപ്പോഴും വണ്ടി നിർത്തിയിടത്ത് പോയി CCTV വെക്കാനുള്ളത് ഒരിക്കലും പോസിബിളായ കാര്യമല്ല. പക്ഷേ നമുക്കൊരു കുഞ്ഞ് CCTV വേണമെങ്കിൽ വെക്കാൻ പറ്റും. CCTV അല്ല, GPS ട്രാക്കർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു GPS ട്രാക്കർ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പരിചയപ്പെടാം. അപ്പം ക്യൂനോസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വൺലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഈ ഒരു GPS ട്രാക്കർ അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ മൈക്രോ എന്ന് പറയുന്ന ഒരു GPS ട്രാക്കറാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും കൂടിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഞാൻ ഇത് എങ്ങനെ കണക്ട് ചെയ്യണം അതൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും വൺലാപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വണ്ടിയെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിട്ടുന്ന ഡീറ്റെയിൽസ്. അതായത് ഇതാണ് ഇപ്പം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഡിസ്റ്റൻസ് ഓടി, അതുപോലെ തന്നെ റൺ, ഈ ഇത്രയും ഡിസ്റ്റൻസ് ഓടാത്ത ടൈം, എത്ര നേരം ഐഡിലായിട്ട് കിടന്നിട്ടുണ്ട്, പിന്നെ സ്റ്റോപ്പേജ് ടൈം, എത്ര നേരം നമ്മൾ നിർത്തിയിട്ടു, മാത്രമല്ല ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, മാക്സിമം സ്പീഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്. മാത്രമല്ല തൊട്ട് മേളിൽ നിങ്ങൾ കാണുന്ന ആ ഒരു മാപ്പ് കാണുന്നുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ ഒരു കണ്ടോ വൺലാപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു പച്ച കളർ തന്നെ ആ ഒരു മാപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓടിയ ഇപ്പോൾ ഈ ഒരു കറണ്ട് ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിയ ആ ഒരു റൂട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കാണിക്കുന്നത് റീസെന്റ് ടൈമിൽ ഓടിയതല്ലേ, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേറ്റിലെ കൂടെ എടുക്കാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് അന്ന് തൊട്ടുള്ള ഓരോ ഡേറ്റിലും നിങ്ങൾക്ക് റൺ ടൈമും ഡിസ്റ്റൻസും എല്ലാം അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ട് മേളിലായിട്ട് നിങ്ങൾ ചെറിയൊരു കലണ്ടറിന്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാവി ഒന്ന് ഓൺ ആക്കാൻ പോകണം. ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓൺ ആക്കി ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾ ആ ഒരു കൺട്രോളിന് താഴെയായിട്ട് കുറേ കോളംസ് കാണുന്നില്ലേ, അതായത് എൻജിൻ ആക്സസ് എന്ന്. അപ്പം എൻജിൻ ആക്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എൻജിൻ ആക്സസ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ റിലേ ഉണ്ടല്ലോ, ഒരു 50 രൂപയൊക്കെ ഉള്ളൂ, റിലേയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എൻജിൻ ആക്സസ് കിട്ടുന്നത്. അതായത് ഇപ്പം നമ്മുടെ വണ്ടി ഒരാൾ എടുത്തുകൊണ്ട് പോയി, അപ്പം നമ്മൾ എൻജിൻ ആക്സസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി വേറെ ആൾ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ഫോണിൻ്റെ സഹായത്തോടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് താഴോട്ടാക്കിയിട്ട് നമുക്ക് പാസ്വേഡും നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇട്ടിട്ട് അത് എൻ്റർ ചെയ്ത് നമുക്ക് എൻജിൻ ഈ ഒരു ഫോണിൻ്റെ സഹായത്തോടെ, ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് നമ്മുടെ എൻജിന് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി തൊട്ടപ്പുറത്തോട്ട് ഒരു ആൻറ്റി തെഫ്റ്റ് എന്ന് നിങ്ങൾ കാണുന്നത് പറഞ്ഞാൽ ഇതിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അതായത് വണ്ടി ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൻറ്റി തെഫ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ വണ്ടി ഇപ്പം ഞാനിപ്പോൾ പ്രസന്റ് ടൈമിൽ ഇവിടെയാണല്ലോ ഉള്ളത് ഒരു സ്ഥലം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനെ പോയിന്റ് ചെയ്തുകൊണ്ട് സെൻറ്റർ ഓഫ് പോയിന്റ് ആക്കി എനിക്ക് ചുറ്റും ഒരു പർട്ടിക്കുലർ റേഡിയസിൽ ഒരു സേഫ് സോണ് നമ്മുടെ ഈ ഒരു വൺലാപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ സേഫ് സോണിന് പുറത്ത് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലോട്ട് അലാം വരും. നിങ്ങളിപ്പോൾ വേറൊരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ ഒരു ബൈക്കോ വല്ലതുമാണ്, അപ്പോൾ ഒരാൾ വന്നിട്ട് എഞ്ചിനൊന്നും ഓൺ ആക്കാതെ ഇതെങ്ങ് വല്ല ആപ്പേലോ വല്ല എടുത്തുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കാറാണെങ്കിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയാൽ നമ്മൾ അറിയുമെന്ന്. അങ്ങനാണെങ്കിലും അറിയും, കാരണം അതാണ് ഞാൻ പറഞ്ഞ സേഫ് സോണിന് വെളിയിൽ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കും. അതാണ് ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എഞ്ചിനിൽ നിന്ന് വേറെ പവർ സോഴ്സ് ഈ ഒരു GPS കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് അതല്ലാതെ ഒരു ബാറ്ററി വരുന്നുണ്ട്, ഒരു കുഞ്ഞു ബാറ്ററി വരുന്നുണ്ട്.
സോ ആ ഒരു ബാറ്ററി വെച്ചിട്ട് ഇത് ഓൺ ആയിട്ടിരിക്കും. അതാണ്. അത് അടുത്തായിട്ട് നമുക്കിത് എങ്ങനെ നമ്മുടെ വണ്ടിയെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. കാര്യം ആദ്യം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വണ്ടിയിലോട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇത് എങ്ങനെ ഇൻസ്റ്റാൾ വളരെ ഈസിയാണ്. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനകത്ത് നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. അതനുസരിച്ച് ചെയ്താൽ മതി. സോ എന്തായാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഇഗ്നിഷൻ്റെ അങ്ങോട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അയച്ചു കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു കവർ അഴിക്കണം. ഓക്കെ. അപ്പോൾ റൈറ്റ് സൈഡിലെ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 സ്ക്രൂ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഓരോ വണ്ടിക്ക് ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്ന സ്ക്രൂ കഴിച്ചേക്കുക. ഓക്കെ. സ്ക്രൂ അഴിച്ചതിന് ശേഷം എന്ത് ചുമ്മാ ഇങ്ങനെ താഴോട്ടൊന്ന് ഇത് എടുത്താൽ മതി നമ്മൾ. ഓക്കെ. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കിത് ഊരിയിടാം. ഈ ഊരി കഴിഞ്ഞാലത് വരുന്ന നമ്മുടെ വള്ളാപ്പിൻ്റെ GPS ഇത്ര ഉള്ളോട്ട് സംഭവം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഇപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അകം കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതായത് ജസ്റ്റ് ഒന്ന് വലിച്ചു പൊളിക്കാൻ മതി. ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഞാൻ പറഞ്ഞ സിമ്മ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്, സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഓൺ ഓഫിൻ്റെതും അതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെളിയിലായിട്ട് നമുക്ക് നമ്മുടെ GPS-ൻ്റെ അതുപോലെ റേഞ്ചും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ GPS-ൻ്റെ കപ്ലർ ഇവിടെയായിട്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 4 വയർ പോകുന്നതായിട്ട് വേണം. ഈ മഞ്ഞ നിങ്ങൾ കൂട്ടുന്നത് ഡെഡാണ്. മെയിനായിട്ട് ഈ 3 വയറുകൾ നോക്കിയാൽ മതി. ഒരു ഓറഞ്ച്, റെഡ്, ബ്ലാക്ക്. അപ്പം ഇതിനി എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് കൂടെ ഞാൻ പറയാം. അപ്പം നമ്മൾ GPS നേരിട്ട് കണക്ട് ചെയ്യാതെ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു പവർ സോഴ്സ് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബൾബോ വല്ലതും എടുത്തിട്ട് ആദ്യം പവർ സോഴ്സ് കണ്ടെത്തുക. നമുക്കൊരു എർത്ത് കണ്ടെത്തണം, അതൊരു നെഗറ്റീവ്. അപ്പം വണ്ടിയുടെ ബോഡി എപ്പോഴും എർത്തായിരിക്കും. അപ്പം നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ പെയിന്റ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ പെയിന്റ് ഇല്ലാതെ, അതായത് നമ്മുടെ സ്ക്രൂ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ എർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു റെഡ് വയർ ഉണ്ടല്ലോ, ഈ റെഡ് വയർ ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ്റെ കപ്ലർ. ഞാൻ ഊരി കാണിക്കാം. ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ്റെ കപ്ലർ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുണ്ട് ഇഷ്ടം പോലെ കുറേ ഹോളുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പവർ സോഴ്സ്. അപ്പം നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കുത്തി നോക്കുക. അപ്പോൾ എവിടെ കുത്തുമ്പോഴാണോ നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ എന്തായാലും പവർ സോഴ്സ് അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ റെഡ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ മഞ്ഞ എന്ന് പറയുന്നത് നമ്മുടെ കീയിൽ നമ്മുടെ ഇഗ്നിഷൻ, അതായത് നമ്മുടെ നമ്മളിപ്പോൾ നമുക്കറിയാലോ ഒക്കെ ACC ഓൺ ഉണ്ടല്ലോ, ഓണിൻ്റെയാണ് ഈ ഒരു മഞ്ഞ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മൾ പവർ കൊടുത്തു, എർത്ത് കൊടുത്തു, പിന്നെ മഞ്ഞ, അതേലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെയും കൊടുത്തു. ഇത്രേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നുള്ളൂ. സോ അപ്പം ഞാനൊന്ന് തിരിച്ച് കയറ്റി വെക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇത്രേ വരുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു 3 വര എർത്ത് കൊടുക്കാനായിട്ട് പാടൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ക്രൂ, ഞങ്ങളിപ്പോൾ ഇവിടെ എങ്ങാണ്ടുള്ളൊരു സ്ക്രൂവിലോട്ടാണ് ജസ്റ്റ് എർത്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ പവർ സോഴ്സ് നിങ്ങൾ കുത്തി കണ്ടുപിടിക്കുക. ദെൻ ഓറഞ്ച് കൊടുക്കാനായിട്ട് ഇതുണ്ട്, ഈ ഒരു മഞ്ഞ വയർ. അപ്പോൾ അതും കൊടുത്താൽ മതി. അതായത് നമ്മുടെ ഓണിൻ്റെ അങ്ങോട്ട് പോയേക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇത്രയും കൊടുത്താൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നമ്മുടെ കണക്ഷൻ എല്ലാം പക്ക ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെയും GPS-ൻ്റെയും അവിടെ നമുക്ക് 2 ലൈറ്റ് കത്തി കിടക്കുന്ന ചെറുതായിട്ട് ക്യാമറ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെ ലൈറ്റ് കത്തി കിടപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വയറൊക്കെ എടുത്ത് അകത്ത് നമ്മൾ എങ്ങനെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട്, ഞങ്ങൾ ഇവിടെ ശരിക്കും പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ആയിട്ട് വെച്ചിട്ട് കുറച്ച് ടേപ്പ് വെച്ച് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുമായിരുന്നു. സോ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് അവിടെയും കൂടെ പ്ലേസ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ കവർ, സ്റ്റിയറിങ്ങിന് ചുറ്റും ആ ഒരു കവർ വെക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം നമ്മുടെ GPS അതിനകത്ത് കയറ്റി ടേപ്പ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ മറന്നു പോവല്ലാത്തൊരു കാര്യമുണ്ട്. അതായത് ഫോണിൽ വള്ളാപ്പിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വണ്ടി അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമല്ലോ. കാരണം ഈ വണ്ടിയാണല്ലോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്, GPS ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബാർ കോഡ് സ്കാൻ ചെയ്യാനായിട്ട് വരും. ആ ബാർ കോഡാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാത്തിനും ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്ക് അവർ ബാർ കോഡ് ഒട്ടിച്ചിട്ടുണ്ട്. സോ അത് നമ്മളൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പം ഇത്ര ആയാൽ ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചില്ല എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പിന്നെ നമുക്ക് നമ്മുടെ വള്ളാപ്പിൻ്റെ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല ശരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. കാരണം ഇതിനകത്ത് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞൊരു മാനുവൽ വരുന്നുണ്ട്. അതിനകത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മനസ്സിലാകും എന്തൊക്കെ ചെയ്യണമെന്ന്. പിന്നെ
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ കാണാം. കാരണം എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം എർത്ത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കുഞ്ഞു സ്ക്രൂയിലോട്ടോ എന്തെങ്കിലും കൊടുക്കുക ഒരു മെറ്റൽ പാർട്ടിലോട്ട്. ദെൻ അതിന് ശേഷം ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇഗ്നീഷൻ്റെ നമ്മുടെ ഇതുണ്ട്, ഈ ഒരു കീയുടെ ഓൺ ഉണ്ടല്ലോ, അതിൻ്റെ മിക്കവാറും സിഗ്നൽ എല്ലാം ഞാൻ കണ്ടിട്ടുള്ള മഞ്ഞയാണ്. ചിലപ്പോൾ വേറെ വണ്ടിക്ക് മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ വാഗണറിൽ വന്നിരിക്കുന്ന മഞ്ഞയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ, വലിയ അറിവൊന്നും ഇല്ല. സോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഏതാണെന്ന് വല്ല ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബിലോ വല്ല നോക്കുക. ദെൻ അതുപോലെ തന്നെ പവർ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞാൽ കുത്തി നോക്കുക. എപ്പോഴാണോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ പവർ സോഴ്സ്. അപ്പം ഇത്രേ ഉള്ളൂ ഇത് നമ്മുടെ GPS ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് സംബന്ധിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ നമ്മൾ റിപ്ലൈ തരാം. അപ്പം ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാളുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ടും നമ്മുടെ ഒരു വീടായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരാളെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അവരുടെ വണ്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയ്ക്ക് സ്നേഹിക്കുന്ന നമ്മുടെ വണ്ടി ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇഷ്ടപ്പെടാൻ മാത്രമല്ല തുടങ്ങിയ സങ്കടമായിരിക്കും. സോ അതിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിപ്പം എനിക്ക് എന്തായാലും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു 4000 റേഞ്ചൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ 1 ലാപ്പിൻ്റെ ഈ ഒരു GPS ട്രാക്കറിന് വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ GPS ട്രാക്കർ മൈക്രോ ആണ് കേട്ടോ, 1 ലാപ്പ് മൈക്രോ ആണ്. ഇവർക്ക് മൈക്രോ പ്ലസ് ഗോ അങ്ങനെ കുറേ ഉണ്ട്. എന്തായാലും ഇതിപ്പോൾ മൈക്രോ ആണ്. ഇത് കാറിൽ മാത്രമല്ല വേറെ ഏത് വണ്ടികളിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് 2 വീലറിലും എല്ലാത്തിലും പറ്റും. എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇങ്ങനെ പവർ സോഴ്സ് കണ്ടെത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ മെയിനായിട്ട് നമുക്കൊരു ടാസ്ക് വരുന്നുള്ളൂ. അതും വലിയ ടാസ്ക് ഒന്നുമല്ല. ഓക്കെ, എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്തായാലും ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നത്തെ പോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കുഞ്ഞു ബെല്ലൈക്കൻ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ ആയിരിക്കും ഞാൻ ഒരു പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.